ഏവർക്കും അഡ്ഹോക്ക് ലേണിംഗിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് 2024 സെപ്റ്റംബർ മാസത്തെ കറണ്ട് അഫയേഴ്സ് പഠിക്കുകയാണ്. എൻ്റെ പേര് അശ്വിൻ. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യ പോയിന്റിലേക്ക് നമ്മൾ കടക്കുകയാണ്. രാജ്യത്ത് ആദ്യമായി ആംബുലൻസുകൾക്ക് ഏകീകൃത നിരക്ക് ഏർപ്പെടുത്തിയ സംസ്ഥാനം ഏതാണ്? കേരളമാണ്. ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. എന്താണ്? രാജ്യത്ത് തന്നെ, ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് ആംബുലൻസുകൾക്ക് ഒരു ഏകീകൃത നിരക്ക് ഏർപ്പെടുത്തിയ സംസ്ഥാനമാണ് കേരളം. സംസ്ഥാന ചീഫ് ഇലക്ടറൽ ഓഫീസർ പദവിയിൽ നിന്നും സ്ഥാനമൊഴിഞ്ഞ വ്യക്തിയാണ് സഞ്ജയ് കൗൾ. ആരാണ്? സഞ്ജയ് കൗൾ ആണ് ഈ അടുത്ത് 2024 സെപ്റ്റംബർ മാസത്തിൽ സംസ്ഥാന ചീഫ് ഇലക്ടറൽ ഓഫീസർ പദവിയിൽ നിന്നും സ്ഥാനമൊഴിഞ്ഞത്. സംസ്ഥാനത്തെ ആദ്യ പക്ഷി പഠന കേന്ദ്രം നിലവിൽ വരുന്നത് എവിടെയാണ്? കടപ്പൂർ ആണ്. കോട്ടയം ജില്ലയിലെ കടപ്പൂരിലാണ്. എന്താണ്? കോട്ടയം ജില്ലയിലെ കടപ്പൂരിൽ എന്താ വരുന്നത്? സംസ്ഥാനത്തെ ആദ്യത്തെ പക്ഷി പഠന കേന്ദ്രം. പഠിച്ചു വെക്കുക, പക്ഷി പഠന കേന്ദ്രമാണ്. ഓക്കെ, അടുത്തതായി കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്ത് വാർഡുകൾ ഉള്ള ജില്ല ഏതാണ്? മലപ്പുറമാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്ത് വാർഡുകൾ ഉള്ള ജില്ല മലപ്പുറം. ഏറ്റവും കുറവുള്ളതോ വയനാടാണ്. നമ്മൾ പഠിച്ച പോയിന്റുകൾ ഒന്നുകൂടി ഓർത്തു നോക്കുവോ? എന്താ ആദ്യം പറഞ്ഞത്? നമ്മൾ രാജ്യത്ത് തന്നെ എന്ത് ചെയ്യുന്നു? ആംബുലൻസുകൾക്ക് ഒരു ഏകീകൃത നിരക്ക് കൊണ്ടുവന്ന സംസ്ഥാനം ഏതാണ്? കേരളമാണ്. സഞ്ജയ് കൗൾ എന്ത് ചെയ്തു? ചീഫ് ഇലക്ടറൽ ഓഫീസർ പദവിയിൽ നിന്നും സ്ഥാനമൊഴിഞ്ഞു. കോട്ടയത്തെ കടപ്പൂരിലെ എന്ത് വന്നു? ആദ്യമായിട്ടുള്ള പക്ഷി പഠന കേന്ദ്രം നിലവിൽ വരുന്നു. കേരളത്തിലെ ആദ്യത്തെ പക്ഷി പഠന കേന്ദ്രം നിലവിൽ വരുന്നത് കോട്ടയം ജില്ലയിലെ കടപ്പൂരാണ്. അതുപോലെ ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്ത് വാർഡുകളുള്ള ജില്ല മലപ്പുറവും, അതുപോലെ തന്നെ ഏറ്റവും കുറവുള്ളത് വയനാടുമാണ്. ഇത് എങ്ങനെ കറണ്ട് അഫയർ ആയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, ഇപ്പോൾ ഡീലിമിറ്റേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പഞ്ചായത്തുകളുടെ വാർഡുകളെല്ലാം എണ്ണം കൂട്ടുകയും കുറയ്ക്കുകയും അതിന്റെ ബൗണ്ടറികൾ മാറ്റുകയും ചെയ്യുന്ന ഒരു സമയമാണ്. അങ്ങനെ വന്നപ്പോൾ അതിന്റെ റിപ്പോർട്ട് വന്നപ്പോഴാണ് ഏറ്റവും കൂടുതൽ വാർഡുകളുള്ള ജില്ലയായിട്ട് മലപ്പുറവും ഏറ്റവും കുറവ് വാർഡുകൾ ഉള്ളത് വയനാടുമാണ് എന്ന് കറണ്ട് അഫയർ പോയിന്റ് ആയിട്ട് വന്നത്. ഓക്കെ, അടുത്ത പോയിന്റ്, സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച സ്പീഡ് പദ്ധതി ഏതാണ്? സ്പീഡ് പദ്ധതി ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ചോദിക്കാൻ സാധ്യതയുണ്ട്. ഭിന്നശേഷി വിഭാഗം. എന്താണ്? ഭിന്നശേഷി വിഭാഗം. അതിന്റെ ഫുൾ ഫോം വേണമെങ്കിൽ ചോദിച്ചേക്കാം. സ്റ്റേറ്റ് പ്രോഗ്രാം ഫോർ എഡ്യൂക്കേഷൻ ആൻഡ് എംപവർമെന്റ് ഇൻ ഡിസബിലിറ്റീസ്. എന്താണ് സ്പീഡിന്റെ ഫുൾ ഫോം? എന്താണ്? സ്റ്റേറ്റ് പ്രോഗ്രാം. സംസ്ഥാന സർക്കാർ ഉണ്ടാക്കിയതല്ലേ? സ്റ്റേറ്റ് പ്രോഗ്രാം ഫോർ എഡ്യൂക്കേഷൻ ആൻഡ് എംപവർമെന്റ് ഇൻ ഡിസബിലിറ്റീസ്. അപ്പൊ ഡിസബിലിറ്റീസ്, ഭിന്നശേഷി വിഭാഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പദ്ധതിയാണ് സ്പീഡ് എന്നുള്ളത്. അടുത്തതായി ഇദ്ദേഹത്തെ കുറിച്ചാണ് പഠിക്കുന്നത്. ഇദ്ദേഹം ആരാണ്? KN ഹരിലാലാണ്. എന്താ KN ഹരിലാലിന്റെ പ്രത്യേകത? 7ാം സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാനാണ്. സംസ്ഥാന ധനകാര്യ കമ്മീഷന്റെ ചെയർമാനാണ്. 7ാമത്തെ ധനകാര്യ കമ്മീഷന്റെ ചെയർമാനാണ്. ആരാണ്? KN ഹരിലാലാണ്. സംസ്ഥാന സർക്കാരിന്റെ ഈ വർഷത്തെ മികച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള പുരസ്കാരങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇനി പഠിക്കുന്നത്. ആദ്യം മികച്ച ജില്ലാ പഞ്ചായത്ത് ഏതാണ്? മലപ്പുറം ജില്ലാ പഞ്ചായത്ത്. പഠിച്ചു വയ്ക്കുക, ഏറ്റവും മികച്ച ജില്ലാ പഞ്ചായത്തായി 2024 തെരഞ്ഞെടുക്കപ്പെട്ടത് മലപ്പുറം ജില്ലാ പഞ്ചായത്തിനെയും. മികച്ച കോർപ്പറേഷൻ തിരുവനന്തപുരം കോർപ്പറേഷനുമാണ്. മികച്ച ജില്ലാ പഞ്ചായത്ത് മലപ്പുറം ജില്ലാ പഞ്ചായത്ത്. ഏറ്റവും മികച്ച കോർപ്പറേഷൻ തിരുവനന്തപുരം കോർപ്പറേഷൻ. ഏറ്റവും മികച്ച നഗരസഭയോ? കൊയിലാണ്ടി നഗരസഭയാണ് ഏറ്റവും മികച്ച നഗരസഭ. മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് 2 ബ്ലോക്ക് പഞ്ചായത്തുകൾക്ക് കിട്ടി. ഒന്ന് കല്യാശ്ശേരിയും 2 വൈക്കവും. 2 ഉണ്ട്. 2 പഞ്ചായത്തുകൾക്ക് മികച്ച പഞ്ചായത്തുകളായിട്ട് തെരഞ്ഞെടുത്തു. ഒന്ന് പീലിക്കോട്, 2 കതിരൂർ. ഒന്നുകൂടി നോക്കാം നമുക്ക്. ഏറ്റവും മികച്ച ജില്ലാ പഞ്ചായത്ത് ഏതാണ്? മലപ്പുറം. ഏറ്റവും മികച്ച കോർപ്പറേഷൻ ഏതാണ്? തിരുവനന്തപുരം. ഏറ്റവും മികച്ച മുനിസിപ്പാലിറ്റി ഏതാ? ഓർമ്മയുണ്ടോ? കൊയിലാണ്ടി. ഏറ്റവും മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് 2 പേരുണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് കല്യാശ്ശേരി, 2 വൈക്കം. ഏറ്റവും മികച്ച 2 പഞ്ചായത്തുകളുണ്ട്. ഒന്ന് പീലിക്കോട്, 2 കതിരൂരാണ്. ഓക്കെ, സംസ്ഥാന സ്കൂൾ കായികമേള 2024 ഭാഗ്യ ചിഹ്നം ഏതായിരുന്നു? വളരെ രസകരമായിട്ടുള്ള ഒരു പേരാണ്. തക്കുടു എന്ന അണ്ണാറക്കണ്ണൻ. എവിടെ തക്കുടു? നിൽക്കുന്നു തക്കുടു. ഇതാണ് തക്കുടു കേട്ടോ. തക്കുടു എന്ന അണ്ണാറക്കണ്ണനായിരുന്നു
സംസ്ഥാന സ്കൂൾ കായികമേള 2024 ഭാഗ്യചിഹ്നം. ഓക്കെ, വേദി എവിടെയായിരുന്നു? കൊച്ചിയിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ, കൊച്ചിയിൽ വെച്ചിട്ടായിരുന്നു. നെഹ്റു ട്രോഫി വള്ളംകളി 2024 ജേതാക്കൾ ആരാണ്? കാരിച്ചാൽ ചുണ്ടനാണ്. കാരിച്ചാൽ ചുണ്ടനാണ് നെഹ്റു ട്രോഫി വള്ളംകളി 2024 ജേതാക്കള്. കാരിച്ചാൽ ചുണ്ടനാണ്. ഓക്കെ, രണ്ടാം സ്ഥാനം വിയ്യപുരം ചുണ്ടനാണ്. എന്താണ്? രണ്ടാം സ്ഥാനം വിയ്യപുരം ചുണ്ടൻ. അപ്പൊ ഒന്നാം സ്ഥാനം ആർക്കാ? ഒന്നാം സ്ഥാനം ആർക്കാ? കാരിച്ചാൽ ചുണ്ടൻ. പഠിച്ചു വെക്കുക, കാരിച്ചാൽ ചുണ്ടൻ. രണ്ടാം സ്ഥാനോ വിയ്യപുരം ചുണ്ടൻ. വിയ്യപുരം ചുണ്ടൻ. മൂന്നാം സ്ഥാനോ നടുഭാഗം ചുണ്ടൻ. നടുഭാഗം ചുണ്ടൻ. മൂന്നാം സ്ഥാനം നടുഭാഗം ചുണ്ടൻ. ആലപ്പുഴയിലെ പൊന്നമട കായലിലാണ് ഈ വള്ളംകളി നടക്കണേ എന്നുള്ളത് എല്ലാവർക്കും അറിയാം അല്ലെ. പൊന്നമട കായലിൽ നടക്കുന്ന പ്രധാനപ്പെട്ട വള്ളംകളിയാണ് ഏത്? അത് നെഹ്റു ട്രോഫി വള്ളംകളി. ഇനി കേരള ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ സ്ത്രീകൾക്കായി ഒരുക്കുന്ന താമസ പദ്ധതി ഉണ്ട്. ഇതിനെ വിളിക്കുന്ന പേരാണ് എന്താ? സഖി ഡോർമെറ്ററികൾ. നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കാം, പത്രത്തിലൂടെയും ന്യൂസുകളിലൂടെയും അതുപോലെ ഇൻസ്റ്റാഗ്രാമിലൂടെ ഒക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പദ്ധതിയാണ് സഖി ഡോർമെറ്ററികൾ. സഖി ഡോർമെറ്ററികൾ. ചോദിക്കാം, ആരാണ് ഇത് നടത്തുന്നത്? ആരാണ്? കേരള ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ നേതൃത്വത്തിലാണ് നടത്തുന്നത്. ആർക്കു വേണ്ടിയാണ് നടത്തുന്നത്? സ്ത്രീകൾക്ക് വേണ്ടി നടത്തുന്നതാണ്. കുറച്ചു മുമ്പ് സ്പീഡ് പദ്ധതി ആർക്കു വേണ്ടി നടത്തുന്ന ഓർമ്മയുണ്ടോ? ഭിന്നശേഷിക്കാർക്ക് വേണ്ടി. അതുപോലെ സഖി ഡോർമെട്രികൾ ആർക്കു വേണ്ടി നടത്തുന്നതാ? സ്ത്രീകൾക്ക് വേണ്ടി നടത്തുന്നതാണ്. ആര് നടത്തുന്നതാ? കേരള ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ നടത്തുന്നതാണ്. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ധ്രുവി പട്ടേലിനെ കുറിച്ചാണ്. ആരാണ് ധ്രുവി പട്ടേൽ? ഓർമ്മയുണ്ടോ? 2024 മിസ് ഇന്ത്യ വേൾഡ് വൈഡ് ആയിട്ട് പ്രഖ്യാപിച്ച വ്യക്തിയാണ്. മിസ് ഇന്ത്യ അല്ല, മിസ് ഇന്ത്യ വേൾഡ് വൈഡ് 2024 ആണ് ധ്രുവി പട്ടേൽ. പഠിച്ചു വയ്ക്കുക. സ്വച്ഛ് വായു സർവേക്ഷൻ 2024 നിങ്ങൾക്കറിയാം, ഏറ്റവും മികച്ച വായു എവിടെയാണ് ഉള്ളത് എന്നുള്ളതിന്റെ റിപ്പോർട്ടാണ് സ്വച്ഛ് വായു സർവേക്ഷൻ 2024. അതിന്റെ കണക്കനുസരിച്ച് പ്രധാന നഗരങ്ങളിൽ ഒന്നാം സ്ഥാനം നേടിയത് സൂററ്റ് ആണ്. ഗുജറാത്തിലെ സൂററ്റ് ആണ് അതിൽ ഒന്നാം സ്ഥാനം നേടിയത്. ഇന്ത്യ കാലാവസ്ഥാ ഗവേഷണത്തിനായി 2024 സെപ്റ്റംബറിൽ വികസിപ്പിച്ച ഹൈ പെർഫോമൻസ് കമ്പ്യൂട്ടിംഗ് സിസ്റ്റം ആണ് അർക്ക അരുണിമ. ഏതാണ്? അർക്ക അരുണിമ. അർക്ക അരുണിമ. പഠിച്ചു വയ്ക്കുക. ചോദിക്കാൻ സാധ്യതയുള്ളത് ഇങ്ങനെയാണ്, തിരിച്ചായിരിക്കാം ചിലപ്പോൾ ചോദിക്കുക. അർക്ക അരുണിമ എന്ന ഹൈ പെർഫോമൻസ് കമ്പ്യൂട്ടിംഗ് സിസ്റ്റംസ്, ഈ രണ്ട് സിസ്റ്റമുകളാണ് അർക്കയും അരുണിമയും. ഈ ഹൈ പെർഫോമിംഗ് കമ്പ്യൂട്ടിംഗ് സിസ്റ്റംസ് എന്തിനു വേണ്ടിയിട്ട്, ഏതു മേഖലയിലേക്ക് വേണ്ടിയിട്ട് വികസിപ്പിച്ചതാണ്? ഏത് മേഖലയാണ്? കാലാവസ്ഥാ ഗവേഷണത്തിനായിട്ട് കേട്ടോ. കാലാവസ്ഥാ ഗവേഷണത്തിനായിട്ട് ഇന്ത്യ വികസിപ്പിച്ച രണ്ട് ഹൈ പെർഫോമൻസ് കമ്പ്യൂട്ടിംഗ് സിസ്റ്റംസ് ആണ് അർക്കയും അരുണിമയും. 2024 സെപ്റ്റംബറിൽ രാജ്യത്ത് സമർപ്പിച്ച ഇന്ത്യൻ സൂപ്പർ കമ്പ്യൂട്ടർ ആണ് പരം രുദ്ര. പരം സീരീസ് നിങ്ങൾക്ക് അറിയാം അല്ലെ, സൂപ്പർ കമ്പ്യൂട്ടറിന്റെ സീരീസ് ആണ്. അപ്പൊ പരത്തിന്റെ ഒരുപാട് ഉണ്ട്, പരം യുവ, പരം, അങ്ങനെ കുറെ പരം സീരീസ് ഉണ്ട്. അപ്പൊ അതിൽ പരം രുദ്ര നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഏറ്റവും പുതിയതായിട്ട് 2024 സെപ്റ്റംബറിൽ പുറത്തിറക്കിയ ഇന്ത്യൻ സൂപ്പർ കമ്പ്യൂട്ടർ ആണ് പരം രുദ്ര. പരം രുദ്ര. രക്ഷിതാക്കളുടെ പെൻഷൻ അക്കൗണ്ടിൽ പണം നിക്ഷേപിച്ച് കുട്ടികളുടെ ഭാവി സുരക്ഷിതമാക്കുവാനുള്ള കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണ് NPS വാത്സല്യ. NPS വാത്സല്യ. എന്താണ് NPS വാത്സല്യ? അതായത് ഓരോ കുട്ടികളുടെയും രക്ഷിതാക്കളുടെ പെൻഷൻ അക്കൗണ്ടിൽ പണം നിക്ഷേപിച്ചിട്ട് എന്ത് ചെയ്യുന്നു? കുട്ടികളുടെ ഭാവി സുരക്ഷിതമാക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണ് NPS വാത്സല്യ. അപ്പൊ ആർക്ക് വേണ്ടിയിട്ടുള്ളതാണ്? കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് NPS വാത്സല്യ. 70 വയസ്സ് കഴിഞ്ഞവർക്ക് 5 ലക്ഷം രൂപ. എത്ര വയസ്സാ? 70 വയസ്സ് കഴിഞ്ഞവർക്ക് എത്ര രൂപ? 5 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ സൗജന്യമായി നൽകുന്നതിനുള്ള കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത്. ഓർമ്മയുണ്ടോ? ആയുഷ്മാൻ ഭാരത് എത്ര വയസ്സുള്ളവർക്കാ ചോദിക്കാം? 70 വയസ്സ്. 70 വയസ്സ് കഴിഞ്ഞവർക്ക് എത്ര രൂപയുടെ പദ്ധതിയാ? 5 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത്. ഇന്ത്യയുടെ ആദ്യ ശുക്ര ദൗത്യത്തിന് കേന്ദ്ര മന്ത്രിസഭാ യോഗം അംഗീകരിച്ച തുക എത്രയാണ്? വേണമെങ്കിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കുന്ന എക്സാമുകൾക്ക് ചോദിച്ചേക്കാം. പദ്ധതികളുടെ സാധാരണ ഫണ്ട് അലോക്കേഷൻ ഒന്നും ചോദിക്കാറില്ല, എങ്കിലും ഇന്നത്തെ കാലത്ത് നമുക്ക് പ്രതീക്ഷിക്കാം. 1, 2, 3,
6. പഠിക്കാൻ ഭയങ്കര എളുപ്പല്ലേ? 1, 2, 3 അത് 3 കൂടി കൂട്ടി നോക്കൂ, എത്ര കിട്ടുക? 6 അല്ലേ കിട്ടുക? 1 + 2 + 3 6 അല്ലേ? അപ്പൊ 1, 2, 3, 6 1236 കോടി രൂപയാണ് കേന്ദ്രം എന്തിനായിട്ട് അലോക്കേറ്റ് ചെയ്തിട്ടുള്ളത്? ശുക്രദൗത്യം. ഇന്ത്യയുടെ ആദ്യ ശുക്രദൗത്യത്തിന് കേന്ദ്ര മന്ത്രാലയം അംഗീകരിച്ച തുകയാണ് 1236 കോടി രൂപ. ജിയോ പുതുതായി അവതരിപ്പിക്കാൻ ഒരുങ്ങുന്ന സമഗ്ര AI പ്ലാറ്റ്ഫോമാണ് ജിയോ ബ്രെയിൻ. പഠിച്ചു വയ്ക്കുക, ജിയോ ബ്രെയിൻ. ഈ പേര് ജിയോ ബ്രെയിൻ ആയതുകൊണ്ട് തന്നെ ഇത് ഏത് കമ്പനി വികസിപ്പിക്കുന്നു എന്ന് ചോദിക്കാനുള്ള സാധ്യതയില്ല. ജിയോ കമ്പനിയാണെന്നുള്ള അറിയാം. അപ്പൊ ജിയോ കമ്പനിയുടെ സമഗ്ര AI പ്ലാറ്റ്ഫോം ഏതാണ്? ജിയോ ബ്രെയിൻ ആണ്. കേന്ദ്ര സ്റ്റാറ്റിസ്റ്റിക്കൽ മന്ത്രാലയത്തിന്റെ വാർഷിക പീരിയോഡിക് ലേബർ ഫോഴ്സ് സർവേ പ്രകാരം രാജ്യത്ത് തൊഴിലില്ലായ്മ നിരക്ക് ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം ഗോവയാണ്. ഗോവ നിരക്കാണ് കേട്ടോ, ഗോവയാണ്. എന്താണ്? കേന്ദ്ര സ്റ്റാറ്റിസ്റ്റിക്കൽ മന്ത്രാലയത്തിന്റെ വാർഷിക പീരിയോഡിക് ലേബർ ഫോഴ്സ് സർവേ പ്രകാരം രാജ്യത്ത് തൊഴിലില്ലായ്മ നിരക്ക് ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം ഗോവ. രണ്ടാം സ്ഥാനം കേരളത്തിനാണ്. അതിനർത്ഥം ഏറ്റവും കൂടുതൽ തൊഴിലില്ലാത്തവർ ഗോവയിലാണെന്നും ഏറ്റവും കൂടുതൽ തൊഴിലില്ലാത്തവർ കേരളത്തിലുമാണെന്നല്ല അർത്ഥം. ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മ നിരക്കാണ് ആകെ ജനങ്ങളുടെ പെർസെന്റേജ് എടുത്തു നോക്കുമ്പോഴാണ് പറയുന്നത്. അതുകൊണ്ട് ഗോവ ചെറിയൊരു സംസ്ഥാനമാണ്, ചെറിയൊരു ജനസംഖ്യയുള്ള സംസ്ഥാനമാണ്. അങ്ങനെ നോക്കുമ്പോൾ അത്രയും ആൾക്കാരാണോ ഏറ്റവും കൂടുതൽ തൊഴിൽരഹിതര് ഗോവയാണെന്ന് ചോദിച്ചാൽ അല്ല. അതിനു പകരം അവിടെ എന്താണ്? പെർസെന്റേജ് ആണ്, നിരക്ക് ആണ് കേട്ടോ. തൊഴിലില്ലായ്മ നിരക്ക് ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം ഗോവ, രണ്ടാം സ്ഥാനം കേരളം. അടുത്ത പോയിന്റ് നമുക്ക് നോക്കാം. ഈ പിക്ചറുള്ള വ്യക്തിയെ കുറിച്ചാണ്. ആരാണിത്? മോഹന സിംഗ് ആണ്. മോഹന സിംഗ്. എന്താ മോഹന സിംഗിന്റെ പ്രത്യേകത? നിങ്ങൾ കേട്ട് കാണും, ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ് മുമ്പത്തെ പോയിന്റുകളൊക്കെ ആയിട്ട് അല്ലെ. തേജസ് യുദ്ധവിമാനം അല്ലെ, ഈ തേജസ് യുദ്ധവിമാനം. എന്താ തേജസ് യുദ്ധവിമാനത്തിന്റെ പ്രത്യേകത? ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ഒരു വിമാനമാണ് അല്ലെ. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച യുദ്ധവിമാനമാണ് തേജസ്. ഇത് പറപ്പിച്ച ആദ്യ വനിതാ പൈലറ്റ് ആണ് മോഹന സിംഗ്. മോഹന സിംഗ് ആണ് ആദ്യ വനിതാ പൈലറ്റ്. എന്തുമായി ബന്ധപ്പെട്ട്? ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച തേജസ് എന്ന യുദ്ധവിമാനം ആദ്യമായി പറത്തിയ വനിതയാണ് മോഹന സിംഗ് കേട്ടോ. അടുത്ത പോയിന്റ്, 2024 FSSAയുടെ കണക്ക് പ്രകാരം ഭക്ഷ്യസുരക്ഷാ സൂചികയിൽ 1ാം സ്ഥാനത്തെത്തിയ സംസ്ഥാനമാണ് നമ്മുടെ സംസ്ഥാനം കേരളം. പഠിച്ചു വയ്ക്കുക. FSSAയുടെ 2024 കണക്ക് പ്രകാരം ഭക്ഷ്യസുരക്ഷാ സൂചികയിൽ 1ാം സ്ഥാനത്തെത്തിയ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? കേരളമാണ്. ക്ഷീരമേഖലയുടെ പുരോഗതി ലക്ഷ്യമിട്ട് അമിത്ഷാ അനുച്ഛാദനം ചെയ്ത പദ്ധതിയാണ് ധവള വിപ്ലവം 2.0. ധവള വിപ്ലവം 2.0 പഠിച്ചു വയ്ക്കുക. എന്താണ് പ്രത്യേകത? അത് ധവള വിപ്ലവം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ക്ഷീരമേഖലയുമായി ബന്ധപ്പെട്ടതാണ് അല്ലെ. അപ്പൊ ക്ഷീരമേഖലയുടെ പുരോഗതി ലക്ഷ്യമിട്ടിട്ട് ഇപ്പോഴത്തെ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള അമിത്ഷാ അനുച്ഛാദനം ചെയ്ത പദ്ധതിയാണ് ഏത്? ധവള വിപ്ലവം 2.0. ഇനി ഏഷ്യൻ കിങ് എന്ന ഇനം കഴുകൻ, അതാണ് ഈ പിക്ചറിൽ കാണുന്നത് കേട്ടോ. ഏഷ്യൻ കിങ് എന്ന ഇനം കഴുകന്റെ സംരക്ഷണ കേന്ദ്രം ആരംഭിച്ചത് എവിടെയാണ്? ഉത്തർപ്രദേശിലാണ്. ഏഷ്യൻ കിങ്. അപ്പൊ ഇങ്ങനെയും ചോദിച്ചേക്കാം, ഏഷ്യൻ കിങ് എന്നുള്ളത് എന്ത് തരം, ഏത് ആനിമൽ ആണെന്ന് ചോദിച്ചാൽ ഏത് ആനിമലാണ്? അത് കഴുകനാണ്. അത്തരം കഴുകന്റെ സംരക്ഷണ കേന്ദ്രം ആരംഭിച്ച സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളുടെ നമുക്ക് ക്യാപിറ്റൽ ഏതാണെന്ന് ചോദിച്ചാൽ ഒരുവിധം എല്ലാവർക്കും അറിയുന്നുണ്ടാവും. PSC പഠിക്കുന്ന എല്ലാവർക്കും അറിയാം, പോർട്ട് ബ്ലെയർ ആണ് അല്ലെ. പോർട്ട് ബ്ലെയർ ആണ്. പക്ഷെ ഇപ്പോൾ ചിലപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ പോർട്ട് ബ്ലെയർ ഓപ്ഷനിൽ ഉണ്ടാവില്ല. കാരണം എന്താ? പോർട്ട് ബ്ലെയറിന്റെ പേര് മാറ്റി. പുതിയ പേരെന്താണ്? ശ്രീ വിജയപുരം. പഠിച്ചു വയ്ക്കുക, ശ്രീ വിജയപുരം. ആ സമയത്ത് ഓപ്ഷൻ കണ്ടിട്ട് എവിടെ ഞാൻ കണ്ട പോർട്ട് ബ്ലെയർ എവിടെ എന്ന് ആലോചിച്ച് നിന്നിട്ട് ഒരു കാര്യമില്ല. പോർട്ട് ബ്ലെയറിന്റെ പേര് മാറ്റിയിരിക്കുന്നു. എന്താണ് പേര്? ശ്രീ വിജയപുരം എന്നുള്ളതാണ്. പഠിച്ചു വയ്ക്കുക, ശ്രീ വിജയപുരം. 2024 സെപ്റ്റംബറിൽ ഗുജറാത്തിൽ ആഞ്ഞടിച്ച ഒരു ചുഴലിക്കാറ്റുണ്ട്. ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ഏതാണത്? അസ്ന. ഏതാണ്? അസ്ന ചുഴലിക്കാറ്റാണ്. അസ്ന ചുഴലിക്കാറ്റ് 2024 മാസമടക്കം പഠിച്ചു വയ്ക്കുക. 2024 സെപ്റ്റംബർ മാസത്തിൽ എവിടെ ചുഴലിക്കാറ്റ് ആഞ്ഞുവീശി? ഗുജറാത്തിൽ ആഞ്ഞുവീശിയ ചുഴലിക്കാറ്റിന്റെ പേരാണ് അസ്ന. ഈ അസ്ന എന്ന ചുഴലിക്കാറ്റിന് പേര് നൽകിയത് ആരാ? അത് പാകിസ്ഥാനാണ്. ഏത് രാജ്യമാണ്? പാകിസ്ഥാൻ. അടുത്ത ചോദ്യം, ബലാത്സംഗ കുറ്റത്തിന് വധശിക്ഷ വരെ വ്യവസ്ഥ ചെയ്യുന്ന പുതിയ ബിൽ പാസാക്കിയ സംസ്ഥാനമാണ്
പശ്ചിമ ബംഗാൾ. പഠിച്ചു വയ്ക്കുക. ബലാത്സംഗ കുറ്റത്തിന് വധശിക്ഷ വരെ കൊടുക്കാൻ സാധ്യതയുള്ള ബില്ല് പാസാക്കിയ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഏതാണ്? പശ്ചിമ ബംഗാളാണ്. പഠിച്ചു വയ്ക്കുക. വ്യവസായ സൗഹൃദ അന്തരീക്ഷവുമായി ബന്ധപ്പെട്ട കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ പട്ടികയിൽ 1ാം സ്ഥാനത്ത് എത്തിയ സംസ്ഥാനം ഏതാ? കേരളമാണ് അല്ലെ. ഈ അടുത്ത മാധ്യമങ്ങളിലെല്ലാം അത് നിറഞ്ഞു നിൽക്കുന്ന ഒരു കാര്യമാണ് അല്ലെ. അപ്പൊ കേരളം ദാ കുറച്ചു മുമ്പ് മറ്റൊരു പട്ടികയിൽ 1ാം സ്ഥാനത്ത് എത്തിയതായിട്ട് പഠിച്ചു. ഏതാത്? FSSAIയുടെ ഭക്ഷ്യസുരക്ഷാ സൂചികയിലെ 1ാം സ്ഥാനം കേരളം. ഇപ്പോ ഏത് പഠിക്കുന്നു നമ്മൾ? അതെ, വ്യവസായ സൗഹൃദ അന്തരീക്ഷവുമായി ബന്ധപ്പെട്ട സൂചികയിലെ 1ാം സ്ഥാനം കേരളം. വ്യവസായ സൗഹൃദം എന്ന നിലയിൽ കേരളം 1ാം സ്ഥാനത്ത് എത്തുന്നത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അല്ലെ. അടുത്തതായിട്ട് പോലീസ് സേനയിലെ 33% വനിതകൾക്ക് റിസർവേഷൻ കൊടുത്തു. ഏത് സംസ്ഥാനത്താണെന്ന് ചോദിച്ചേക്കാം. ഏതാണ് സംസ്ഥാനം? രാജസ്ഥാൻ. ഏതാണ്? രാജസ്ഥാൻ എന്ന സംസ്ഥാനത്താണ്. രാജസ്ഥാനിലാണ് 33% വനിതകൾക്ക് പോലീസ് സേനയിലെ എന്ത് കൊടുക്കുന്നു? റിസർവേഷൻ കൊടുത്ത സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ രാജസ്ഥാൻ ചോദിക്കാൻ സാധ്യതയുണ്ട്. അടുത്തതായി ഭാരതീയ ന്യായ സംഹിത. നിങ്ങൾക്കറിയാം BNS, BNSS, BSA 3 ക്രിമിനൽ നിയമങ്ങൾ 2024 ജൂലൈ 1-ാം തീയതി മുതൽ പ്രാബല്യത്തിൽ വന്നു അല്ലെ. ആ BNS പ്രകാരം ആദ്യമായിട്ട് ജീവപര്യന്തം എന്ന് പറഞ്ഞാൽ എന്താ? ലൈഫ് ഇംപ്രസൺമെന്റ് അല്ലെ. ആ ലൈഫ് ഇംപ്രസൺമെന്റ് വിധിച്ച കോടതി ഏതാണ് എന്ന് ചോദിച്ചാൽ ബീഹാർ കോടതിയാണ്. ബീഹാർ കോടതി. ഇലക്ട്രിക് വാഹനങ്ങളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഇന്ത്യ ഗവൺമെന്റ് അവതരിപ്പിച്ച പദ്ധതിയാണ് PM-E ഡ്രൈവ്. ഏതാണ്? PM-E ഡ്രൈവ് ആണ് ഇലക്ട്രിക് വാഹനങ്ങളുടെ പ്രോത്സാഹനം കേട്ടോ. ആ പേരിൽ തന്നെയുണ്ട് PM-ന്റെ E ഡ്രൈവ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇലക്ട്രിക് വാഹനങ്ങളുടെ പ്രോത്സാഹനമാണ് കേട്ടോ. ചിലപ്പോ അത് ഓപ്ഷനകത്ത് PM-E ഡ്രൈവ് എന്നുള്ള അല്ലാതെ PM-E വെഹിക്കിൾ എന്നോ അങ്ങനെയൊക്കെ കൊടുത്തേക്കാം. പക്ഷെ അത് കാണുമ്പോൾ നിങ്ങൾ പഠിച്ചു വെക്കുക PM-E ഡ്രൈവ് എന്നുള്ളത് എന്താണ്? ഇലക്ട്രിക് വാഹനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേന്ദ്ര സർക്കാരിന്റെ ഒരു പദ്ധതിയാണ് PM-E ഡ്രൈവ്. അതിന്റെ ഫുൾ ഫോം വേണമെങ്കിൽ ചോദിച്ചേക്കാം. PM-E ഇലക്ട്രിക് ഡ്രൈവിന് ഫുൾ ഫോം പഠിക്കാനാണ് ബുദ്ധിമുട്ട്. ഡ്രൈവ് റെവല്യൂഷൻ ഇൻ ഇന്നോവേറ്റീവ് വെഹിക്കിൾ എൻഹാൻസ്മെന്റ്. എന്താണ്? ഡ്രൈവ്. D for ഡ്രൈവ്, R for റെവല്യൂഷൻ, ഡ്രൈവ് റെവല്യൂഷൻ, I for innovative, V for vehicle, E for enhancement. ഒന്നുകൂടി പറയാം. PM ഇലക്ട്രിക് ഡ്രൈവ് റെവല്യൂഷൻ ഇൻ ഇന്നോവേറ്റീവ് വെഹിക്കിൾ എൻഹാൻസ്മെന്റ് ആണ് PM-E ഡ്രൈവ്. പഠിച്ചു വെക്കാം. 2024 സെപ്റ്റംബറിൽ കണ്ടെത്തിയ പുതിയ രക്തഗ്രൂപ്പാണ് MAL. എന്താണ്? MAL. നമ്മുടെ മലയാളി അല്ലെങ്കിൽ മലയാളം എന്നുള്ളതിന് ഷോർട്ട് ആക്കിയിട്ട് MAL അല്ലെ. ആ MAL ആണ്. MAL എന്ന് പഠിച്ചു വെക്കുക. MAL ആണ് എന്താ? പുതിയ ഇനം രക്തഗ്രൂപ്പ് 2024 സെപ്റ്റംബർ മാസം കണ്ടെത്തിയത്. എല്ലാ തരത്തിലുള്ള കോടതികളിലെയും ജഡ്ജിമാരെ തിരഞ്ഞെടുക്കാൻ വോട്ടർമാർക്ക് അവകാശം നൽകിയ ആദ്യ രാജ്യം ഏതാണ്? മെക്സിക്കോ. ഒരു റയർ ആയിട്ടുള്ള ഒരു തീരുമാനം അല്ലെ. നോക്കൂ, കോടതികളിലെ അത് ഇന്ന കോടതിയൊന്നുമില്ല, എല്ലാതരം കോടതികളിലെയും ജഡ്ജിമാരെ നിയമിക്കാനായിട്ട് ആർക്ക് അവകാശം കൊടുക്കുകയാണ്? വോട്ടർമാർക്ക് അവകാശം നൽകിയ രാജ്യം മെക്സിക്കോ ആണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ പഠിച്ച കാര്യങ്ങളെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക? വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക, റിവൈസ് ചെയ്യുക. റിവിഷൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് കറണ്ട് അഫയേഴ്സിനകത്ത് നിങ്ങൾ ഇതിനകത്ത് റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്ഡേഷൻസ് വരുന്ന പോയിന്റുകൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക. എങ്കിൽ മാത്രമേ കറണ്ട് അഫയേഴ്സിൽ മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്നുള്ളൂ. 2024 സെപ്റ്റംബറിലെ കറണ്ട് അഫയർ കഴിഞ്ഞിട്ടില്ല. ഇതിന്റെ അടുത്ത ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പൊ അതുവരെയും നല്ല രീതിയിൽ റിവൈസ് ചെയ്ത് പഠിക്കുക. താങ്ക് യു.